ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ കെയർ വീഡിയോ തന്നെയാണ്. എൻ്റെ ടൈപ്പ് നമ്മളെന്ന് പറയാം, വേണമെങ്കിൽ എൻ്റെ എന്ന് പറയാം. അപ്പോൾ നിങ്ങളെ ഹെയർ ടൈപ്പ് ഏതാ നോക്കിയിട്ട് അതിന് സൂട്ടാവുന്ന ഹെയർ കെയർ നോക്കിയിട്ട് അല്ലെങ്കിൽ ഹെയർ പാക്ക് നോക്കിയിട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ കുറച്ച് കേളി, കുറച്ച് ഫ്രിസി, വേണമെങ്കിൽ വേവി അങ്ങനെയൊക്കെ പറയാം. ആ ഒരു ടൈപ്പ് ഹെയർ ആണെങ്കിൽ അപ്പോൾ എൻ്റെ ഫസ്റ്റ് കേളി ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു അത് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ പാക്ക് കാര്യങ്ങൾ, അതായത് എൻ്റെ ഹെയർ സ്റ്റൈലിന് എനിക്ക് ഇവിടെ ഭയങ്കര കേളി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുവേ കുറച്ച് ഇവിടെ കുറച്ച് ഒന്ന് പൊന്തിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. കുറച്ച് ഇവിടെ പൊന്തിച്ചിട്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വലിച്ച് കെട്ടുന്നത്. എൻ്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെയാണ്. ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈൽ അതാണ്. അപ്പോൾ ആ രീതിയിൽ കെട്ടുന്നതിനെ കൊണ്ട് എനിക്ക് ഇവിടെയൊക്കെ തന്നെ കേളി ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഒരു താല്പര്യമില്ല. ഇവിടുന്ന് മുതലേ കേളി ആവുന്നത്, ഇവിടെ താഴേക്ക് കേളി ഒരു പകുതി തൊട്ട് കേളി ആവുന്നൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പം എൻ്റെ ഹെയർ സ്റ്റൈൽ വെട്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഹെയർ കെയർ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് മുതലേ കേളി ആവണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടുന്ന് മുതലേ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇവിടെ കുറച്ച് ഒഴിവാക്കി വിടുന്നതാണ്. പക്ഷേ സ്കാൽപ്പ് കവർ ചെയ്യാനുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഞാൻ ചെയ്യലുണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഹെയർ ആണ്. അതായത് നമ്മൾ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്ന ഹെയർ ഉണ്ടല്ലേ, കുറച്ചൊന്ന് കാറ്റ് കൊണ്ട് കഴിഞ്ഞാൽ തന്നെ അത് ഒരു ചെകിരി പോലെയൊക്കെ ആയിപ്പോൾ. അങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൈം എൻ്റെ ഹെയർ. ഞാൻ വണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞ് ചില ടൈമിൽ ഞാൻ എന്താ വെച്ചാൽ വല്ല സ്കാഫൊക്കെ ഇട്ടിട്ട് കവർ ചെയ്ത് നിൽക്കുക ചെയ്യുക. ബട്ട് പിന്നെ അത് മാറി കേട്ടോ. ഞാനത് ഹെയർ കെയർ അല്ലെങ്കിൽ ആ ഹെയറിൻ്റെ സ്റ്റൈലൊന്ന് ചേഞ്ച് ചെയ്തപ്പോൾ അത് റെഡിയായി. പിന്നെ അത് സെറ്റായി. അത് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നിൽക്കാൻ തുടങ്ങിയതാണ്. അപ്പം അതിന് പറ്റി ഞാൻ അന്ന് അതിന് വേണ്ടി ചെയ്ത ഒരു ഹെയർ പാക്കാണ് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം ഈ ഒരു ടൈപ്പ് ഹെയർ നിങ്ങൾ ഇനിയിപ്പോൾ കേളി ആണെങ്കിലും വേവി ആണെങ്കിലും സ്ട്രെയിറ്റ് ആൻഡ് മുടി ആണെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക, പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. പക്ഷെ ഇത് കുറച്ചും കൂടി വാട്ടർ കണ്ടന്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ തീരെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവില്ല, ഒരു തുള്ളി പോലും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ തീരെ താല്പര്യപ്പെടുന്ന ആളുകളായിരിക്കില്ല, ഭയങ്കര ഒട്ടിയ പോലെ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഫേസിന്റെ ഒരു ഷേപ്പേ മാറിപ്പോൾ കൂടുതൽ ഓയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം കൂടുതലായിട്ട് ഷാമ്പും കണ്ടീഷണറൊക്കെ വെച്ചിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എന്തായാലും നമ്മളെ ഒരു വെള്ളത്തിന്റെ അളവും അതുപോലെ ഓയിലും നമ്മൾ നോർമലി ഉണ്ടാവുന്ന ഓയിലിന്റെ അളവ് പോലും നമുക്ക് കറക്റ്റ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പം നമ്മൾ മുടി ഭയങ്കരമായിട്ട് ഒരു ഡ്രൈ ആവാനും ഭയങ്കര ഫ്രിസി ആവാനും പിന്നെ സ്പ്ലിറ്റ്നെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ഒരു ലെവല് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും അതുപോലെ ഓയിലി കണ്ടന്റ് കൂടുതലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും. പക്ഷെ ഓയിൽ ഉള്ള പോലെ നമുക്ക് അറിയ പോലും ഇല്ല കേട്ടോ. നമുക്ക് സ്കാൽപ്പൊക്കെ ഓയിലി ആയിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. എൻ്റെ ഹെയർ ഞാൻ മാറ്റിയെടുത്തത് ഇങ്ങനെ കുറച്ച് പാക്കാണ്. അതിൽ മെയിനായിട്ട് വരുന്നൊരു പാക്കാണ് കേട്ടത്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകണം. അതിൻ്റെ മുന്നേ നമ്മളെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം അവർ ഫാമിലി. നമ്മളെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് ഈ വീഡിയോ ആരെയും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അതുപോലെ സൈഡിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തേക്കട്ടോ. അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് ഇനി വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കേട്ടിട്ട് അതുപോലെ ചെയ്യാൻ നോക്കുക. നമ്മൾ പകുതി കേട്ടാ ഇത് രണ്ടുമാണ് സ്വന്തമായിട്ട് അങ്ങനെ രീതിയിൽ ചെയ്യേണ്ട. മീൻസ് കറക്റ്റായിട്ട് അത് എങ്ങനെ ചെയ്യണം പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, വലിയ രീതിയിൽ ചെയ്യാനൊന്നുമില്ല, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ പഴമാണ്, നേന്ത്രപ്പഴമല്ല. നമ്മൾ ചെറുപഴം എന്നൊക്കെ പറയില്ലേ, ചെറിയ വെള്ള കളറുള്ള പഴം. നേന്ത്രപ്പഴം എന്നൊക്കെ പറഞ്ഞാൽ ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് വരും. നേന്ത്രപ്പഴം എടുക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ റോബസ്റ്റ് എടുക്കുന്നത് നല്ല കേട്ടോ. റോബസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ അണിപ്പൂവൻ എന്നൊക്കെ പറയില്ലേ, അണിപ്പൂവൻ, അതൊക്കെ ആ പഴമൊക്കെ എടുത്താൽ മതി. ആ പഴം എടുത്തിട്ട് നിങ്ങളെ ഹെയറിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്, ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളെ ഹെയർ ക്വാണ്ടിറ്റി അനുസരിച്ച്. കൂടുതലായിട്ടും കേളിയ ഹെയർ ഒക്കെ ഇത്രയ്ക്ക് ലെവലിലേക്ക് ഉണ്ടാവും. നമ്മളത് പിടിച്ചു നോക്കിയാൽ കാണാം ഇത്തിരി ഉണ്ടാവുള്ളൂ, അത്ര ലെങ്ത് ഉണ്ടാവില്ല. വെക്കാൻ പാടാണ്, അത് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അങ്ങനെയാണ് ലെങ്ത് വെക്കാൻ പാടാം. പക്ഷെ ലെങ്ത് വെച്ച അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം താഴേക്ക് ലെങ്ത് വെച്ചത് അത് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അത് നമ്മൾ ആ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഉണ്ടാവും. എനിക്ക് ഫസ്റ്റ് ടൈമൊക്കെ ഇത്രേ ഉള്ളായിരുന്നു, എന്ത് കളിച്ചാലും നീളുമായിരുന്നു, ഇത്തിരി പോലും നീളുമായിരുന്നു. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹെയർ പാക്ക് കാര്യങ്ങൾ, ഹെയർ ഓയിൽ, ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഹെയർ ഗ്രോത്ത് വന്നു. ഇപ്പം ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ലെവലിൽ തന്നെ നിന്നോളും കേട്ടോ. പിന്നെ അതിനനുസരിച്ച് ഗ്രോത്ത് വെക്കുമ്പോൾ അതേപോലെ ഒരുമിച്ച് അങ്ങ് നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പഴം എടുക്കുക. അത് ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു 2-3 പഴമാണെങ്കിൽ അത് നല്ലോണം ഉടയ്ക്കുക. നല്ല രീതിയിൽ നിങ്ങൾ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം ഉടച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് കണക്കാക്കി, അതായത് നിങ്ങൾക്ക് എത്ര പഴം എടുത്തിട്ടുണ്ടോ അതിന് മിക്സ് ആവാൻ പാകത്തിന് 1 കപ്പ് തൈര് ആഡ് ചെയ്യുക. തൈര് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളെ സ്കാൽപ്പ് മുതൽ മുടീൻ്റെ ടിപ്പ് വരെ നല്ല രീതിയിൽ ഓരോ ലൈൻ പോലെ എടുത്ത്
എടുത്തിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മാക്സിമം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ്, എന്താ വെച്ചാൽ തൈരാണ്, ഫ്രിഡ്ജിൽ വെച്ച് അതേപോലെ എടുക്കരുത്, നല്ല തണുപ്പായിരിക്കും. നിങ്ങൾക്ക് നീരിറക്കമുള്ള ആളുകളാണെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ടി വരില്ല, പെട്ടെന്ന് നമുക്ക് കോൾഡൊക്കെ വന്നിട്ട് പണിയാവും. അപ്പം എനിക്ക് ചെറുതായിട്ട് നീരിറക്കം ഉണ്ടാവില്ല, തണുപ്പ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നീരിറക്കം ഉണ്ടാവലുണ്ട്. അപ്പം നിങ്ങൾ അതേപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ ടൈം വെക്കാൻ പറ്റില്ല, ഒരു 15 മിനിറ്റ് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വെച്ചിട്ട്, ഷാമ്പു കണ്ടീഷണർ നിർബന്ധമാണ്, കണ്ടീഷണർ വെച്ചിട്ട് അത് കഴുകി കളയാം. എന്നിട്ട് നിങ്ങളെ മുടീൻ്റെ ഒരു ടെക്സ്ചർ നോക്കി നോക്കൊണ്ട് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. എന്ന് വെച്ചാൽ കേളി ആണ്, ബട്ട് എന്നാലും ഇങ്ങനെ ഭയങ്കര ഫ്രിസി ആയിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് അത് നിൽക്കൂല. അപ്പൊ നിങ്ങൾ ഇതൊരാഴ്ചയിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു ഇതേപോലെ 1 വീക്ക് കൂടുമ്പോൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹെയറിന്റെ ടെക്സ്ചർ മാറും. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രിസി ആയിട്ടും ഭയങ്കര ഡ്രൈ ആയിട്ടും ഇങ്ങനെ പറന്നൊക്കെ നിൽക്കുന്ന രീതിയൊക്കെ അങ്ങ് മാറി കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടുള്ള പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വരുന്നു. നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ പോലത്തെ ഹെയർ ആണെന്നുണ്ടെങ്കിൽ അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.